ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മൾ ചാപ്റ്റർ 4 ടോപ്പിക്സുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ. അതെന്താണെന്ന് ഞാനൊരു പാരഗ്രാഫ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെല്ലാം ഡിസ്കസ് ചെയ്ത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എല്ലാം എന്താണെന്ന് പഠിച്ചു. അതുപോലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് നമ്മൾ എത്തി. ഇനി നമ്മൾ പറയുന്നത് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആണ്. ഈ മെഷർമെൻറ്റ് ഓഫ് ദി സ്കാറ്ററിങ് ഓഫ് ഒബ്സർവേഷൻസ് ഓർ ഐറ്റം ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ അബൌട്ട് ദി ആവറേജ് ഈസ് കോൾഡ് മെഷർ ഓഫ് ഡിസ്പേഴ്സൺ. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരളവ് അല്ലേ. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അളവാണെന്ന് നമുക്കറിയാം അല്ലേ. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരളവാണ്. അത് എന്താണെന്നാണ് പറയുന്നത്. എന്തിൻ്റെ മെഷർമെൻറ്റ്? സ്കാറ്ററിങ് ഓഫ് ഒബ്സർവേഷൻസ് ഓർ ഐറ്റം. നമുക്ക് ഒരുപാട് ഒബ്സർവേഷൻസ് തന്നിട്ടാണല്ലോ നമ്മൾ ഇന്നെല്ലാം കണ്ടുപിടിക്കുന്നത്. ആ ഒബ്സർവേഷൻ്റെ സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താ? വിസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അല്ലേ, പല വഴിക്കായിട്ട്, അതായത് ഒരു ഓർഡർനെസ് ഇല്ലാതെ ഉദ്ദേശിക്കുക, അത് എത്ര കണ്ട് ആക്യുറേറ്റ് അല്ലാന്ന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പല വിസരണം എന്ന് പറഞ്ഞാൽ ചിതറിപ്പോകുന്നതാണ് സ്കാറ്ററിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ അബൌട്ട് ദി ആവറേജ് ഈസ് കോൾഡ്. അതായത് ആവറേജിൽ നിന്ന് അതിൻ്റെ ഒബ്സർവേഷൻസ് എത്ര കണ്ട് ചിതറിപ്പോകുന്നുണ്ടോ അത് മെഷർ ചെയ്യുന്നതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു ആവറേജ് നമ്മളിപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ആവറേജ് കണ്ടാൽ അതൊന്നും ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ എന്നോട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ്സാണ് താഴെ പറയുന്നത്. ദ ഫോളോയിങ് മെഷേഴ്സ് ഓഫ് വേരിയബിലിറ്റി ഓർ ഡിസ്പേഴ്സൺ ആർ കോമൺലി യൂസ്ഡ്. ഇതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ. എന്താ? ഫസ്റ്റ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ യൂസ് ചെയ്യാറുണ്ട്, മീൻ ഡീവിയേഷൻ യൂസ് ചെയ്യാറുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കുക. നേരത്തെ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ, മീഡിയൻ, മോഡ് എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇവിടെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ ആകുമ്പോൾ അത് നോക്കുന്ന റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നിവയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെഫിനിഷൻ തന്നെ വളരെ കൃത്യമായിട്ടുണ്ട്. റേഞ്ച് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് ദി സ്മോളസ്റ്റ് ഓഫ് ദി ഗിവൺ വാല്യൂസ്. തന്നിരിക്കുന്ന വാല്യൂസുകളിൽ വലിയതിൽ നിന്ന് ചെറിയത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് ആ ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ, എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് വാല്യൂ. അപ്പോൾ റേഞ്ചിൻ്റെ ഇക്വേഷൻ എന്ന് എഴുതാം? L - S എന്ന് എഴുതാം. ചില കാര്യങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുക. ഇൻ ദിസ് കേസ് അല്ലേ, അല്ല ഇൻ ദ കേസ് ഓഫ് ക്ലാസ് ഇൻ്റർവൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ പലതരത്തിലുണ്ട്, അത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. റോ ഡിസ്ട്രിബ്യൂഷൻ തരാം, റോയും ഫ്രീക്വൻസിയും തരാം അല്ലേ, ക്ലാസ്സും ഫ്രീക്വൻസിയും തരാം, ക്ലാസ് കണ്ടിന്യൂസ് അല്ലാണ്ട് തരാം. ഇത്തരം കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ക്ലാസ് ഇൻ്റർവെല്ലാണെങ്കിൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ബൗണ്ടറി ഓഫ് ദി ലോവസ്റ്റ് ക്ലാസ് ആൻഡ് എൽ ഈസ് ദി അപ്പർ ബൗണ്ടറി ഓഫ് ദി ഹയസ്റ്റ് ക്ലാസ് അല്ലേ. റോ ഡാറ്റ തന്നിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതിൽ ലാർജസ്റ്റ് വാല്യൂ, സ്മോളസ്റ്റ് വാല്യൂ കിട്ടും, കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ക്ലാസ്സാണ് തന്നിരിക്കുന്നതെങ്കിൽ അപ്പോൾ എങ്ങനെ ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എങ്ങനെ ചൂസ് ചെയ്യാം? അതിലേറ്റവും ചെറിയ ക്ലാസ് എടുക്കുക. അതിലേറ്റവും ചെറിയ ക്ലാസ്സിലെ അതിൻ്റെ ലോവർ ലിമിറ്റ്, ഇപ്പോൾ ഏറ്റവും 10/20 എന്നാണ് തുടങ്ങുന്നത്. 10/20, 20/30 അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ചെറിയ ക്ലാസ് എന്താ? 10/20 അല്ലേ. അപ്പോൾ അതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10. അതേപോലെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ ആണ്. അപ്പോൾ അതിലെ ലാർജസ്റ്റ് ക്ലാസ് എടുക്കുക. ഏറ്റവും വലിയ ക്ലാസ്സിലെ അപ്പർ ബൗണ്ടാണ് എൽ വരുന്നത്. ഇനി റിലേറ്റീവ് മെഷർ ഓഫ് ദി ഡിസ്പേഴ്സൺ ഈസ് ഡിഫൈൻഡ്. കോഎഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. ഇതിന് ഓരോന്നിനും നമുക്ക് കോഎഫിഷ്യൻ്റ് കൂടി കണ്ടുപിടിക്കേണ്ടി വരും. റേഞ്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? L - S/L + S എന്ന് എഴുതുക. ഇനി പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് എങ്ങനെ? ഫസ്റ്റ് റോ ഡാറ്റ അല്ലേ, 156, 165, 148, 151, 147, 162. കാൽക്കുലേറ്റ് റേഞ്ച് ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ്. റേഞ്ച് തന്നിരിക്കുന്ന ഡാറ്റ റോ ആണോ? റോ മാത്രമാണ്. അപ്പോൾ ഇക്വേഷൻ L - S ആണ്. റോ ഡാറ്റ ആണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എല്ലും എസ്സും നോക്കിയാൽ തന്നെ മനസ്സിലാവും. ലാർജസ്റ്റ് വാല്യൂ ഇതിലെന്താ? 165 ആണ് അല്ലേ. സ്മോളസ്റ്റ് വാല്യൂ തന്നിരിക്കുന്നതിൽ സ്മോളസ്റ്റ് വാല്യൂ എന്താ? 147 ആണ്. അപ്പോൾ രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 80 എന്ന് കിട്ടി. ഇവിടെ പ്രൈസാണ്, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? RS ആണ്. 18 RS ആണ്. കോഎഫിഷ്യൻ്റ് എങ്ങനെ കാണും?
L മൈനസ് S/L+S ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 0.0577 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് റേഞ്ച് ഇൻ കോഎഫിഷ്യന്റ്. തന്നിരിക്കുന്നത് എന്താണ്? ക്ലാസ് ആണ്. നോക്കുക, വേറെ തരത്തിലാണ് തന്നിരിക്കുന്നത് ക്ലാസ് ആണ്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇക്വേഷൻ സെയിം ആണ്. റേഞ്ച് L-S ആണ് അല്ലേ? നോക്കി കഴിഞ്ഞാൽ ഏതാ വലുത് വാല്യൂ മനസ്സിലാവും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളോട് ഇപ്പോൾ നേരത്തെ ഒരു നോട്ടിൽ പറഞ്ഞു എന്താണ്, ഇങ്ങനെ ക്ലാസ്സാണ് തരുന്നതെങ്കിൽ തന്നിരിക്കുന്ന ക്ലാസ്സുകളിൽ ഏറ്റവും ചെറിയ ക്ലാസ് ഇതല്ലേ? ചെറിയ ക്ലാസ് 10/20, ബാക്കിയൊക്കെ 20/30 വലിയ ക്ലാസ്. അതിൻ്റെ ലോവർ ലിമിറ്റാണ് എസ്. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 10 അല്ലേ? 10 അതാണ് എസ് അല്ലേ? ഇനി L എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ലാർജസ്റ്റ് ക്ലാസ് പറഞ്ഞാൽ 50 - 60. അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60. അപ്പോൾ 60 വന്നു അല്ലേ? 60 - 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50. ആൻസർ കിട്ടി അല്ലേ? എത്രയേ ഉള്ളൂ. കോഎഫിഷ്യന്റ് റേഞ്ച് കണ്ടുപിടിക്കാൻ പിന്നെ തന്നെയാണ് L-S/L+S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50/70 എന്ന് വരും. ആൻസർ 0.7543 എന്ന് കിട്ടും. ഇപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, ഒന്ന് ഓർത്ത് വെക്കണമെന്ന് മാത്രം. ഇനി ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ വരുന്ന കാര്യങ്ങളിലാണ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണമെന്ന് മാത്രം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതാനായിട്ട് നമ്മളോട് ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദ ഈസിയസ്റ്റ് ടു കാൽക്കുലേറ്റ്. ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിളാണ്, മനസ്സിലാക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ അല്ലേ? ക്വാളിറ്റി കൺട്രോളിലൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഡിമെറിറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അല്ലേ? ഇറ്റ്സ് ഡെഫിനിഷൻ ഡസ് നോട്ട് സീം ടു ബി സ്യൂട്ട് ദി കാൽക്കുലേഷൻ ഫോർ ഡാറ്റ വിത്ത് ക്ലാസ് ഇൻ്റർവെൽസ്. ഫർദർ ഇറ്റ് കനോട്ട് ബി കാൽക്കുലേറ്റഡ് ഫോർ ഓപ്പൺ ഇൻ ഡാറ്റ അല്ലേ? ഡാറ്റ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്ലാസ് ഇൻ്റർവെൽസിന് പറ്റാൻ തോന്നില്ല. ക്ലാസ് ഇൻ്റർവെൽസിന് ചെയ്യാം, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ അത് ക്ലാസ് ഇൻ്റർവെല്ലിന് പറ്റുന്നതാണ് തോന്നില്ല. അപ്പോൾ ആൾക്കാർ അത് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതൊരു ഡിമെറിറ്റാണ്. പിന്നെ ഓപ്പൺ എൻഡ് ഡാറ്റയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ എൻഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻ്റർവെല്ല് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം അല്ലേ? തുടക്കവും അവസാനം ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം നമുക്ക് ആ വാല്യൂസ് ഏറ്റവും ചെറുതും ഏറ്റവും വലുതും വേണം. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി 2 എക്സ്ട്രീം ഐറ്റംസ് ആൻഡ് നോട്ട് ഓൺ ദി അതർ ഐറ്റം അല്ലേ? ഇപ്പോൾ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് റേഞ്ച്. ബാക്കി അതിലെ വാല്യൂസിനൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ എക്സ്ട്രീം വാല്യൂസിന് ഐറ്റത്തിന് മാത്രം ബേസ് ചെയ്തിട്ടാണ്, ബാക്കി ഒന്നിനും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിമെറിറ്റാണ്. ഇനി നെക്സ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി. ഫർദർ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ സാമ്പിൾസ് ഓഫ് സ്മോൾ സൈസസ് ഓൺലി. സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി ഇല്ല. അതൊക്കെ ഓർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളാണ്. സാമ്പിളിംഗ് സ്റ്റെബിലിറ്റി ഇല്ല അല്ലേ? ഇപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഒരു സാമ്പിളിലൂടെ എഴുതി കഴിഞ്ഞാൽ വേറൊരു വാല്യൂ കിട്ടും. ഫർദർ ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് എന്താണ്? സ്മോൾ സൈസിന് മാത്രമേ അത് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ ഇറ്റ് കനോട്ട് ബി മാത്തമാറ്റിക്കലി മാനിപ്പുലേറ്റഡ് ഫർദർ. കൂടുതലായിട്ട് നമുക്ക് അതിലൊന്നും ആഡ് ചെയ്തും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അത്ര തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇറ്റ് ഈസ് വെരി വെരി റയർലി യൂസ്ഡ് മെഷീൻ അല്ലേ? വളരെ റയറായിട്ട് അത് യൂസ് ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ട് വളരെ ഈസിയായി. കാരണം പലരും അത് യൂസ് ചെയ്യാറില്ല. വളരെ റയറായിട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഡിമെറിറ്റ്സും ബാക്കി ആദ്യം പറഞ്ഞ മെറിറ്റ്സും വരുന്നത്. അപ്പോൾ അതും കൃത്യമായിട്ട് നമ്മുടെ ഓർമ്മയുണ്ടായിരിക്കണം.